എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൃഷിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു ടിപ്പ് പറയാനാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ പച്ചമുളകിൻ്റെ തൈകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കതിങ്ങനെ മുരടിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും. ചില സമയത്തൊട്ട് തന്നെ വളർച്ചയില്ലാണ്ട് അതുപോലെ തന്നെ പൂവൊക്കെ കൊഴിയുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഭയങ്കര സങ്കടമാണ് വളർത്തുന്നവരെ സംബന്ധിച്ചിട്ട്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുമ്പോൾ നല്ല രീതിയിൽ മുളകൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പറ്റിയ ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം. കൊച്ചു വീഡിയോ ആണ്, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പോൾ നമുക്കെന്നാൽ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ ഒരു 4 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാത്രത്തിലേക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് 1 ഗ്ലാസ് മോരിൽ കുറച്ച് കായം പൊട്ടിച്ചിട്ട് ഒന്ന് അലിയിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മോരാണെങ്കിൽ കൂടുതൽ നല്ലത്. അപ്പോൾ കായം കുറച്ച് സമയം ഇട്ട് വെച്ച് നന്നായിട്ട് അലിയിച്ചിട്ട് എടുക്കുക. ചെറിയ കായത്തിൻ്റെ പീസ് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നതാണ് കായത്തിൻ്റെ പൊടിയൊക്കെ ചേർക്കുന്നതിനേക്കാളും നല്ലത്. എന്നിട്ട് നമ്മൾ ഈ ഒരു മിക്സ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കായൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേരണം. ചെറിയൊരു പീസ് മതി കേട്ടോ, അധികമൊന്നും വേണ്ട. എന്നിട്ട് നമുക്ക് ഈ ഒരു മിക്സിനെ ഒരു ദിവസം അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഈ പച്ചമുളകിൻ്റെ ഇങ്ങനെ വളർച്ചയൊന്നും ഇല്ലാണ്ട് കുരുടിച്ചൊക്കെ നിൽക്കുന്ന ചെടികൾക്കൊക്കെ അടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൂവൊക്കെ കൊഴിഞ്ഞു പോകുന്ന പ്രശ്നമൊക്കെ മാറിയിട്ട് നല്ല ആരോഗ്യത്തോടെ ചെടികൾ വളരും. അപ്പോൾ നമുക്ക് പച്ചമുളകിന് മാത്രമല്ല പയറിനും ഒക്കെ നമുക്കിത് ചെയ്യാം കേട്ടോ. നല്ല റിസൾട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇതൊരു ദിവസം അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് നമുക്കിത് അടിച്ചു കൊടുക്കാം. ഇല്ലേ, ഇതിപ്പോൾ ധാരാളം പച്ചമുളകുകൾ ഇവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് കേട്ടോ ചെയ്യുന്നത്. അമ്മ പറഞ്ഞു തരുന്ന ടിപ്പുകളാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെയുള്ള വീഡിയോസിലൊക്കെ തന്നെ ഉൾപ്പെടുത്താറുള്ളത്. അപ്പോൾ അമ്മയ്ക്ക് ഇതൊക്കെ വലിയ താല്പര്യമുള്ള കാര്യങ്ങളാണ്. കണ്ടില്ലേ, ഇപ്പോൾ ഇതൊക്കെ അതുപോലെ ചെയ്തിട്ട് നന്നായിട്ട് വന്നതാണ്. ആദ്യം കുറച്ചിങ്ങനെ കുരുടിച്ച പോലെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് പച്ചമുളകൊക്കെ ഉണ്ടാകുന്നുണ്ട്. എല്ലാ ദിവസവും ഒരുപാട് പച്ചമുളകാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്കും കൂടി ഈ ഒരു ടിപ്പ് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കൃഷി ഇഷ്ടപ്പെടുന്ന എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു ബുദ്ധിമുട്ടും ഇല്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ കണ്ടില്ലേ, ഇതിനെല്ലാത്തിനും നന്നായിട്ടൊന്ന് സ്പ്രേ ആക്കി കൊടുക്കുക. അപ്പോൾ ഉച്ചതിരിഞ്ഞ സമയത്തൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലതാണ്. മഴയില്ലാത്ത ദിവസങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇപ്പോഴൊക്കെ മഴയുള്ള സമയമല്ലേ, അപ്പോൾ മഴയുള്ളപ്പോൾ അടിക്കേണ്ട. അല്ലാത്ത ദിവസങ്ങൾ ചെറിയൊരു മഴക്കാലമൊന്നും ഇല്ലാത്തൊരു ദിവസം നോക്കിയിട്ട് അടിച്ചു കൊടുക്കാനായിട്ട് നോക്കുക. അതുപോലെ ഈ ചെടീൻ്റെ കടക്കിലൊക്കെ കുറച്ച് കട തൊടിയിക്കാണ്ട് കുമ്മായം തൂക്കി കൊടുക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ കുമ്മായം ഇടുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കട തൊടിയിക്കാതെ ചുറ്റിന് ഇട്ട് കൊടുക്കുക. അപ്പോഴും നന്നായിട്ട് തന്നെ പച്ചമുളകൊക്കെ ഉണ്ടാവും. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് പച്ചമുളകിന് മാത്രമല്ല ഏത് ചെടികൾക്കും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ പച്ചമുളകിന് കൂടുതൽ നല്ലൊരു റിസൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ പയറിനും ഒക്കെ വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പൂവ് കൊഴിയുന്ന പ്രശ്നമൊക്കെ മാറിയിട്ട് നല്ല ആരോഗ്യത്തോടെ ചെടി വളരും. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് ഇതുപോലത്തെ ഞങ്ങളിവിടെ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ടിപ്പുകളൊക്കെ ഷെയർ ചെയ്ത് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ എല്ലാ ടിപ്പുകളും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിരുന്നു വിചാരിക്കുന്നു. ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കത്രിക മൂർച്ച കൂട്ടാനുള്ളൊരു അടിപൊളി ടിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കണ്ടു നോക്കണേ. നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും ടൈം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. നല്ലൊരു ക്രാഫ്റ്റ് വീഡിയോ അല്ലെങ്കിൽ കുക്കിങ്ങോ എന്തെങ്കിലും ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ നാളെ വരും വരെ എല്ലാവർക്കും നന്ദി. താങ്ക്